മക്കളെ, ഇന്ന് നമ്മൾ പേഡ് എന്ന കവിതയിലെ മന്ത്ലി ടെസ്റ്റാണ് നോക്കുന്നത്. 30 മിനിറ്റാണ് സമയം. നിങ്ങളുടെ മാർക്ക് 20 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോജന, പേഡ് നാമक कविता की पंक्तियां पढ़ें और 1 से 4 तक के प्रश्नों के उत्तर लिखें എന്നാണ് ചോദ്യം. പേഡ് എന്ന കവിത വായിച്ചതിന് ശേഷം, ഇവിടെ തന്നിരിക്കുന്ന വരികൾ വായിച്ചതിന് ശേഷം 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കവിത വായിച്ചു നോക്കാം. പേഡ് തും പേഡ് നഹീം തും ദർജി, मिट्टी सिलकर रंग बनाए पानी सिल आकाश, मिट्टी रंग हवा पानी को जोड़ा दिया तराश. ചോദ്യം നോക്കാം. പേഡ് നാമക കവിത കിസ്കി രചന ഹെ, പേഡ് എന്ന കവിത ആരുടെ രചനയാണ് എന്നാണ് ചോദ്യം. നരേഷ് സക്സേന, മൈഥിലി ശരൺഗുപ്ത്, സുശീൽ ശുക്ല, ദ്വിവേദി. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? സുശീൽ ശുക്ലാണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ. पेड़ ने मिट्टी रंग हवा और पानी को तराश के जोड़ा है. इस आशय वाली पंक्तियां कविता से चुनकर लिखें എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പേഡ് മണ്ണിനെയും നിറത്തിനെയും വായുവിനെയും വെള്ളത്തിനെയും ഒക്കെ യോജിപ്പിക്കുന്നു അല്ലേ, അതിനെല്ലാം ചേർത്ത് ഒരു രൂപം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ആശയം വരുന്ന വരി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കവിതയിൽ നിന്ന് കണ്ടെത്താൻ. അതാ ഈ ആശയം വരുന്ന വരിയാണ് മിട്ടി രംഗ് ഹവ പാനിക്കോ ജോഡാ ദിയ തരാശ്. കണ്ടോ? ഇനി അടുത്ത ചോദ്യം വരുന്നത് കവി और कविता का परिचय देते हुए दी गई पंक्तियों का आशय लिखें. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് മുകളിൽ തന്നിരിക്കുന്ന വരികളെയാണ് ദീ ഗയി പങ്ക്തിയാം എന്ന് പറയുന്നത്. ദീ ഗയി പങ്ക്തിയാം പറഞ്ഞാൽ നൽകിയിട്ടുള്ള വരികൾ. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ നൽകിയ വരികളുണ്ടല്ലോ, ആ വരികളുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കവി ആരാണ് എന്നെഴുതണം, കവിതയുടെ പേര് എന്താണ് എന്ന് എഴുതണം. അതൊരൊറ്റ ലൈനായിട്ട് എഴുതുക. എങ്ങനെയാണ് എഴുതുക? പേഡ് കവിത അല്ലേ, പേഡ് കവിത സുശീൽ ശുക്ലജീനെ ലിഖാഹെ എന്നെഴുതാം. പേഡ് കവിത സുശീൽ ശുക്ലജീനെ ലിഖാഹെ എന്നെഴുതാം. ആൻസർ എഴുതിയിട്ടുണ്ട് കേട്ടോ, എങ്കിലും ഒന്ന് പറയാണ്. അതല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? സുശീൽ ശുക്ലജീനെ ലിഖാ ഹുവാ കവിത ലിഖാ ഹുവാ പേഡ് കവിത സേ പങ്ക്തിയാ ഹെ, ഇത് പേഡ് എന്ന കവിതയിലെ വരികളാണ് എന്നെഴുതാം. അല്ലെങ്കിൽ പേഡ് കവിതാസെ ലിയാ ഗയാ ഹെ എന്നെഴുതാം. ഇൻ പങ്ക്തിയാം, ഈ തന്നിരിക്കുന്ന വരികൾ ഇൻ പങ്ക്തിയാം സുശീൽ ശുക്ലജീനെ ലിഖാ ഹുവാ പേഡ് കവിതാസെ ലിയാ ഗയാ ഹെ, സുശീൽ ശുക്ലജി എഴുതിയിട്ടുള്ള പേഡ് എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇതിൽ കവി എന്താണ് പറയുന്നത് അതാണ് ഇനി നമ്മൾ അതിൻ്റെ ആൻസറായിട്ട് എഴുതുന്നത്. അപ്പം അതിൻ്റെ ആൻസർ നോക്കാം. കവിതേൻ്റെ ആശയമാണ്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണിത്. കവിതേൻ്റെ ആശയം സുശീൽ ശുക്ലജി, കവിത എഴുതിയതാരാണ്? സുശീൽ ശുക്ലജി. ഈ കവിത സുശീൽ ശുക്ലജീനെ ലിഖാ ഹെ. കവിതയുടെ പേരെന്താണ്? പേഡ്. അപ്പം എങ്ങനെ എഴുതാം? പേഡ് കവിത സുശീൽ ശുക്ലജീനെ ലിഖാ ഹെ. അപ്പം നിങ്ങൾ അവിടെ കവിതയും പരിചയപ്പെടുത്തി കവിയെയും പരിചയപ്പെടുത്തി. ഓക്കെ, ഇനി നമുക്ക് എഴുതി തുടങ്ങാം. കവി कहते हैं कि पेड़ घोंसलों को, हवाओं को, धूप और छायाओं को सिलते हैं. वे मिट्टी सिलकर रंग और पानी सिलकर आकाश बनते हैं. वे फूलों को रंग और महक देते हैं और हर फल को उसका विशेष स्वाद देते हैं. അത്രയാണ് ഇവിടെ തന്നിരിക്കുന്ന വരികൾക്ക് നമ്മൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ
ഈ ഇതുണ്ടല്ലോ ഫൂലോങ്ക രംഗ് മഹക്ക് ഫൽ ഉസ്ക ഫൽ ആർ ഫൽക്കോ ഉസ്ക വിശേഷ സ്വാദ് അത് ഇതിൽ ചോദിച്ചിട്ടില്ല, എങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, നിങ്ങൾ അത്രയും പഠിച്ചു വെക്കുക. ഏത് വരി ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, കവിതയുടെ ആശയം എഴുതി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കവിതേൻ്റെ ആശയം എഴുതാം. എങ്ങനെയാ പറഞ്ഞു തരണോ? ഫസ്റ്റ് നമ്മൾ ഈ കവിത പേട് കവിത സുശീൽ ശുക്ലജിനെ ലിഖാഹെ എന്ന് എഴുതാം. പിന്നെ ഇവിടെ पेड़ ने मिट्टी रंग हवा और पानी को तराश के जोड़ा है. അത് ഈ വരീൻ്റെ അർത്ഥമാണല്ലോ, അത് എഴുതാം. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലുള്ള മിട്ടി സിൽക്കർ രംഗ് ബനായെ പാനി സിൽ ആകാശ്. कवि कहता है कि पेड़ मिट्टी सिलकर रंग और पानी सिलकर आकाश बनता है എന്ന് എഴുതാം. पेड़ तुम पेड़ नहीं तुम दर्जी. कवि कहता है कि पेड़ एक दर्जी के समान है. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ദായേക്ക് ദർജിക്കെ സമാൻ പേട് ഇസ് ധർത്തിക്കോ സുന്ദർ ബൻതാ ഹെ. ഈ വരിത നിങ്ങൾക്ക് ഇവിടെ തന്നതിൽ തന്നെ ഉണ്ട്. പേട് ദർജിക്കെ സമാൻ एक दर्जी के समान पेड़ इस धरती को सुंदर बनाता है. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കവിതാ മേ കോൺ സി വസ്തു പേട് സേ നഹീം സിലായി ഹെ. ഇവിടെ തന്നിരിക്കുന്ന കവിതയിൽ തുന്നിച്ചേർക്കാത്ത ഒരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. ചാന്ത്, മിട്ടി, ഹവ, പാനി. പാനി, ഹവ, മിട്ടി ഇതൊക്കെ പേട് തുന്നിച്ചേർത്തതാണ് അല്ലേ. ചാന്ത് അതിൽ പറയുന്നുണ്ടോ? ഇല്ല. അപ്പം അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ചാന്താണ്. സിലേ ഗോൻസലെ ഇസ്മേ കോൺസാ ശബ്ദ വിശേഷൺ ശബ്ദ ഹെ. സിലേ ഗോൻസലെ എന്നതിലെ വിശേഷണ ശബ്ദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിലേ ഗോൻസലയിലെ വിശേഷണ ശബ്ദം ഏതാണ്? സിലെ. ഏതാണ്? സിലെ. സിലെ ഗോൻസലയിലെ വിശേഷണ ശബ്ദം ഏതാണ്? സിലെ. एक दर्जी के समान पेड़ इस धरती को सुंदर बनाता है. आप कैसे इस धरती को सुंदर बनाना चाहते हैं? ഒരു തയ്യൽക്കാരനെ പോലെ പേട് ഈ ഭൂമിയെ സുന്ദരമാക്കുന്നു എന്ന് പറഞ്ഞല്ലോ, സുന്ദരമാക്കിയിരിക്കുന്നു. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഭൂമിയെ സുന്ദരമാക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദ്യം. പേട് ലഗാക്കർ. എങ്ങനെയാണ്? പേട് ലഗാക്കർ, മരം നട്ട് വളർത്തിയിട്ട് ഈ ഭൂമിയെ സുന്ദരമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് എഴുതേണ്ടത്? പേട് ലഗാക്കർ ഇസ് ധർത്തി കോ സുന്ദർ ബനാനാ ചാത്തെ ഹെ. പേട് ലഗാക്കർ എന്ന് എഴുതിയിട്ട് ബാക്കി ഇസ് ധർത്തി കോ സുന്ദർ ബനാനാ ചാത്തെ ഹെ. ഇനി അടുത്തത് पेड़ जीवन दाता है. इस महान विचार को मन में लेकर पेड़ों के संरक्षण के लिए एक पोस्टर तैयार करें. പേട് ജീവൻ ദാതാ ഹെ. അപ്പം നിങ്ങൾക്ക് പേടിൻ്റെ ഒരു ചിത്രം വരയ്ക്കുക, എന്നിട്ട് ബോക്സ് വരച്ചിട്ട് അതിൽ എന്ത് എഴുതാം? പേട് ജീവൻ ദാതാ ഹെ എന്നെഴുതാം. അതുകൂടാതെ നമ്മൾ നേരത്തെ ഒരു പോസ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്ററിൽ പേട് പ്രകൃതി കാ വരദാൻ. അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ എന്താണ്? പേട് ജീവൻ ദാതാ ഹെ എന്ന്. അപ്പം നിങ്ങളിവിടെ എന്ത് എഴുതാം? പേട് പ്രകൃതി കാ വരദാൻ എന്നതിന് പകരം പേട് ജീവൻ ദാതാ ഹെ എന്ന് എഴുതാം. പേട് ജീവൻ ദാതാ ഹെ എന്ന് എഴുതാം. പേട് പ്രകൃതി കാ വരദാൻ എന്ന് എഴുതിയിട്ടും കുഴപ്പമില്ല കേട്ടോ. പിന്നെ എഴുതേണ്ടത് പേട് ഹമാരാ ദോസ്ത് പേടോं को मत काटो. പേട് ഹമാരാ ദോസ്ത് പേടോं को मत काटो എന്ന് എഴുതുക. പേടിൻ്റെ ഒരു ചിത്രവും വരയ്ക്കുക. ഇനി അടുത്ത ചോദ്യം വരുന്നത് നമൂനയ്ക്ക് അനുസാർ ലിഖേ. സിലേ ഗോൻസലെ സിലി ഹവായേം. സിലേ ഗോൻസലെ പിന്നെ സിലി ഹവായേം. സിലി നദിയാം. അപ്പോൾ ഇവിടെ എന്താ വരിക? കിനാരെ എന്നുള്ളതിന് സിലേ കിനാരെ അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ അത്. എന്താ അവിടെ വരിക? കിനാരെ വന്നതുകൊണ്ട് എന്ത് വരും? സിലേ എന്ന് വരും കേട്ടോ. അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? സിലേ. സിലേ കിനാരെ. पेड़ कविता पर अपने विचार प्रकट करते हुए कवि को एक पत्र लिखें. ഇതും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ ചെയ്തതാണ്. പേട് കവിതയിലെ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കിക്കൊണ്ട് ആർക്ക് കത്തെഴുതുക? സുശീൽ ശുക്ലജിക്ക് കത്തെഴുതുക അല്ലേ. അപ്പം കാലിക്കട്ട് 10 ജൂൺ 2026 ഇവിടെ എഴുതേണ്ടത്. 2026 കേട്ടോ.
2026 എന്ന് എഴുതണം. നമ്മളിപ്പോൾ 2026 അല്ലേ, അപ്പോൾ അവിടെ 2026 എഴുതുക. പ്രിയ സുശീൽ ജി സപ്രേം നമസ്തേ കൈസേ ഹേ ഉമ്മീദ് ഹേ കി ആപ്പ് വഹാ ഖുഷ് ഹേ. എങ്ങനെയാണ്, സുഖമാണോ? ഞാൻ നിങ്ങൾക്ക് അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മുझे आपकी കവിത പേട് പഠനേക്കാ സൗഭാഗ്യമില്ല. എനിക്ക് താങ്കളുടെ കവിത പേട് പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഈ കവിത ബഹുത്ത് ഹി സുന്ദർ ഹേ. ഈ കവിത വളരെ സുന്ദരമായ കവിതയാണ്. आपने पेड़ को दर्जी कर एक नया ദൃഷ്ടികോൺ ദിയാ ഹെ. താങ്കൾ മരത്തിനെ ഒരു തയ്യൽക്കാരനായി പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഒരു രൂപമാണ് നൽകിയിരിക്കുന്നത്. ആപ്പിനെ ലിഖാഹെ, താങ്കൾ എഴുതിയിരിക്കുന്നു. പേട് ഗോൻസലെ ഹവായേം ധൂപ് ഛായായേം മിട്ടി കിനാരെ സെമീനേം രംഗ് മഹക്ക് സ്വാദ് പാനി ആകാശ് ഫൂൽ ഫൽ സബ് സിൽത്തേ ഹേ. താങ്കൾ എന്താണ് എഴുതിയിരിക്കുന്നത്? മരം കിളിക്കൂടിനെയും കാറ്റിനെയും വെയിലിനെയും നിഴലിനെയും അല്ലെങ്കിൽ തണലിനെയും മണ്ണിനെയും തീരത്തിനെയും ഭൂമിയെയും നിറത്തെയും ഗന്ധത്തെയും സ്വാദിനെയും വെള്ളത്തിനെയും ആകാശത്തിനെയും പൂവിനെയും പഴങ്ങളെയും എല്ലാത്തിനെയും തുന്നിച്ചേർത്തിരിക്കുന്നു എന്ന് താങ്കൾ കവിതയിൽ എഴുതി. ഇസ് പ്രകാർ പേട് പ്രകൃതിക്ക് ദർജി ഹേ. ഈ പ്രകാരം മരം എന്താണ്? ആ പ്രകൃതിയിലെ ഓരോ തയ്യൽക്കാരനാണ്. കവിത പേട് കോ ദർജി കർ कविता पेड़ को दर्जी कर उसकी सृजनात्मकता और जीवनदायी शक्ति को प्रस्तुत करती है. താങ്കൾ കവിതയിൽ മരത്തിനെ ഒരു തയ്യൽക്കാരനായി പറഞ്ഞുകൊണ്ട് उसकी സൃജനാത്മകത और ജീവൻദായി ശക്തി को प्रस्तुत करती है. മരത്തിൻ്റെ സൃജനാത്മകതയും അതുപോലെ തന്നെ അതിൻ്റെ ജീവകരമായിട്ടുള്ള ശക്തിയെയും ഇവിടെ പ്രസ്തുതമാക്കിയിരിക്കുന്നു. അത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കവിക്ക് കത്തെഴുതുമ്പോൾ എഴുതേണ്ടത്. ഇത് നിങ്ങൾക്ക് കൂടുതലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് തന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എഴുതുക. സബ് സിൽത്തേ ഹേ ഇസ് പ്രകാർ പേട് പ്രകൃതിക്ക് ദർജി ഹേ വരെ എഴുതിയാൽ മതി കേട്ടോ. ബാക്കി ഇത്രയും നിങ്ങൾക്ക് എഴുതാൻ പ്രയാസമുണ്ടെങ്കിൽ എഴുതണ്ട, ഇത്ര വരെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനാണ് നിങ്ങളോട് കവിക്ക് ഒരു കത്തെഴുതാൻ പറഞ്ഞു. കവിക്ക് കത്തെഴുതുക. അഥവാ അല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തെഴുതാൻ അറിയില്ല എങ്കിൽ, കത്തെഴുതാൻ എല്ലാവരും പഠിക്കണം. ആ ചോദ്യം നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സഹി മിലാൻ കരി എന്നാണ്. സഹി മിലാൻ പേട് ഏതാണ്? പേട് സഹി മിലാൻ ചെയ്യുമ്പോൾ വരിക ദർജിയാണ് അല്ലേ. പേട് തയ്യൽക്കാരനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ധൂപ് എന്താണ്? ഛായ, വെയില്, നിഴല്. ഫൂൽ എന്താണ്? പശ്മിനയാണ് അല്ലേ. ഫൂൽ പശ്മിനെ. മിട്ടിയോ? രംഗ്, മണ്ണില് നിറല്ലേ, മണ്ണ് കൊണ്ട് നിറമുണ്ടാക്കിയിരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് സഹി മിലാൻ വരുന്നത്. നമ്മളുടെ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നമ്മൾ നോക്കിക്കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു അഭിപ്രായമെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തണം. കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.